ഈ യാത്രയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ ബൈക്കിലുള്ള നമ്മുടെ യാത്രയില്ലേ, ആ യാത്രയുടെ പറയുമ്പം ഒരു കാര്യം, ഇതിപ്പോൾ അതിശയോക്തിയോ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തൊരു വലിയ മഹത്തര കാര്യം പറയുന്ന പോലെ ഒന്നും ഞാൻ പറയുന്നതല്ല കേട്ടോ. അനുഭവിച്ച ഒരു കലാകാരൻ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു കലാകാരൻ്റെ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ലാൽ സാറുമായിട്ടുള്ളൊരു സീൻ എടുത്തപ്പോൾ ഞാനും സാറും കൂടെ കൂടി പോണ കാര്യമൊക്കെ പറഞ്ഞല്ലോ ബൈക്കിനകത്ത്. ഈ ബൈക്കിലെ സീൻ എടുത്തപ്പം ഈ നമ്മൾ പോകുമ്പോൾ ഈ ഷർട്ട് നനഞ്ഞു കഴിഞ്ഞാൽ മഴയുണ്ട് ഇടയ്ക്ക്, അപ്പം നനഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് വേറെ ഒരിതാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യാരവാനൊന്നുമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ക്യാരവാൻ ഉണ്ട് കേട്ടോ, എന്നാലും ക്യാരവാൻ യൂസ് ചെയ്യാറില്ല. കാരണം പുറത്തൊക്കെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ്, കാരണം ഇതുപോലൊരു സെറ്റ് നമുക്കിപ്പോൾ യൂസ് ചെയ്യുക, അതായത് അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ക്യാരവാനകത്ത് കയറുന്ന അത്ര ഒരു സുഖം കിട്ടുമല്ലോ. ഇത് വന്നവരെല്ലാം കാണാം, പോണവരെല്ലാം കാണാം, ലാൽ സാർ വന്ന് പോകുന്നത്, മറ്റൊരു ശോഭനമാൻ വരുന്നത്, എല്ലാവരും. പിന്നെ ഈ സാറിൻ്റെ ഡയറക്ഷൻ തന്നെ കണ്ടു നിൽക്കാൻ നല്ല രസമാണല്ലോ. അതുകൊണ്ട് കൂടുതലും ആ ഒരു മേഖലയിലായിരിക്കും നമ്മളിരിക്കുക. പിന്നെ നമ്മുടെ കൂടെ ചെയ്ത ടിജോ ഉണ്ട്, പിന്നെ നമ്മുടെ രതീഷ്, അസോസിയേറ്റ് രതീഷ് ഉണ്ട്, അവരൊക്കെ ആയിട്ട് നല്ല കമ്പനി, രാകേഷ് ഉണ്ട് തിരുവനന്തപുരത്തുള്ള, അവരൊക്കെ ആയിട്ട് നല്ല കമ്പനി ആയതുകൊണ്ട് അവരൊക്കെയായിട്ട് വർത്താനം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഗ്യാങ്ങായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെടുക്കാൻ നേരത്തെ ഞാനും സാറും മാത്രമല്ലല്ലോ ബൈക്കിൽ പോകുന്നത്, പിന്നെ മറ്റൊരു കാറിലാണ്. അപ്പം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചാറ്റൽ മഴ വന്നപ്പോൾ പറഞ്ഞു, എന്നാൽ ഷൈജോ നനയണ്ട, ക്യാരവാനിലേക്ക് ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ ക്യാരവാനിലേക്ക് ഇരുന്നു. ക്യാരവാനിലേക്ക് ഇരുന്ന് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ ക്യാരവാൻ തുറന്ന് നോക്കുമ്പോൾ ആരുമില്ല അവിടെ, ഞാനുള്ളൂ. അവിടെ ആരും ഇല്ല, വേറെ വണ്ടികളും ഇല്ല. അപ്പോൾ ഞാൻ ക്യാരവാനിലേക്ക് ഇരിക്കും. അപ്പം ഇങ്ങനെ വന്നു. അപ്പം നമ്മളെ കൊണ്ടുപോകുന്നൊരു വണ്ടിയുണ്ട്. അപ്പോൾ ആ വണ്ടി അത്യാവശ്യം വന്നപ്പം എന്ത് മാറ്റിയിടാൻ എന്തെടുക്കാൻ പോയപ്പം എന്നോട് ചേട്ടൻ ക്യാരവാനിലേക്ക് ഇരിക്കാൻ പറഞ്ഞ, ഞാൻ ആ വണ്ടിക്ക് ഉണ്ടാവും എന്നുള്ളത് മറ്റുള്ളൊരു പ്രതീക്ഷയാണ്. എന്താ ഇവർ, ഞാൻ ആരെയും കാണുന്നില്ല, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഫോൺ സൈലൻ്റ് ആയി, ലൊക്കേഷനിൽ ഫോൺ സൈലൻ്റാക്കി വെച്ചേക്കും. ഫോണിന് നോക്കിയപ്പോഴത്തേക്കും ഫോണിനകത്ത് ഒരു കോൾ വന്നുകൊണ്ടിരിക്കുക. ഡിക്സൺ ചേട്ടൻ്റെ, എവിടെയുണ്ട് ഷൈജോ? ഞാൻ പറഞ്ഞു ഞാനിവിടെ ഉണ്ട് ചേട്ടാ, ഞാനിവിടെ കാരവാനിൽ കൊണ്ട് തിരിച്ചെത്തും. അയ്യോ ലൊക്കേഷനിൽ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ അല്ല, ഞാനിവിടെ ഇരിക്കുക. പിന്നെ അവിടെ കുറേ പേരുടെ വർത്താനം കേൾക്കാം. അല്ല ഞങ്ങൾ വണ്ടിക്കകത്ത് ഇങ്ങനെ വർത്താനം കേൾക്കാം. അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുക. ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി, ഇത് 4, 5, 6 കിലോമീറ്റർ അപ്പുറയാണ് എൻ്റെ ഷൂട്ട് നടക്കണേ. അപ്പോൾ ഒരു വണ്ടി വിട്ട് വന്നിട്ടുണ്ട്. വിട്ട് വന്ന് അവിടെ ഇട്ട് തിരിച്ച് പെട്ടെന്ന്, ചേട്ടാ എവിടെ ഇരുന്നു? ഞാൻ പറഞ്ഞു ഞാൻ ഇതിനകത്ത് കയറ്റി എത്തിയായിരുന്നു പറഞ്ഞു. അപ്പോൾ ഇനി ഇത് തുറന്ന് ഞാൻ എന്നെ വിളിക്കുമല്ലോ, അതാ ഞാൻ. പക്ഷേ ഞാൻ മറ്റേ വണ്ടിക്ക് എത്തുന്നത് മറ്റുള്ളവരെല്ലാം പ്രതീക്ഷിച്ചു. ആരുടെയും മിസ്റ്റേക്കല്ല, ഇത് സ്വാഭാവികമായിട്ട് സംഭവിച്ച ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ കാണുന്നതെന്നറിയോ, സാറും റെഡിയായിട്ട് അവിടെ വന്ന് ഈ ബൈക്കിനകത്ത് കയറിയിരിക്കുന്നു. സാറിനെ കുട ചൂടിച്ച് പ്രൊഡ്യൂസർ രഞ്ജിത്ത് സാറ് വർത്താനം പറഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ സാറിനോട് പറഞ്ഞെന്നാൽ ആൾ വന്നിട്ടില്ല, ഇങ്ങനെ വണ്ടിക്കകത്തേക്ക് ഇരുന്നോളാം. കുഴപ്പമില്ല, ആൾ വരട്ടെ. നമുക്ക് മൊത്തത്തിൽ പറയുമ്പോൾ ഒരു മിസ്റ്റേക്കാന്ന് പറഞ്ഞപ്പോഴേ ആ ചാറ്റൽ മഴയിൽ ആ കുടയും ചൂടി എന്ന് വർത്താനം പറഞ്ഞ് ഞാൻ വരുന്ന എത്ര സമയമാണ്, കുറേ സമയം എടുത്തു. ആ വരുന്ന അത്ര സമയം അദ്ദേഹം അവിടെ നിന്നെങ്കിൽ, അതായത് എമ്പുരാൻ വേറെ പടങ്ങളിലെല്ലാം ഷൂട്ട് എന്തോ സാറിനൊക്കെ അറിയാമല്ലോ, അത്രയും വലിയൊരു ലെജൻഡായിട്ടുള്ളൊരു മനുഷ്യൻ നമുക്ക് വേണ്ടി, കാരണം എൻ്റെ അല്ലെങ്കിൽ പോലും അത്രയും നേരം സ്പെൻഡ് ചെയ്ത് ആ ഒരു കാലിങ്ങനെ ബൈക്കിലേക്ക് കുത്തി വെക്കുമല്ലോ, മറ്റേ കാലിങ്ങനെ കയറ്റിയും വെക്കുമല്ലോ, അങ്ങനെ കാലും കയറ്റി വെച്ചിട്ട് ആ കുടയും ചൂടി നിന്ന് അവിടെ ഒന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി. പിന്നെ ഞാൻ ആ ബൈക്കിൽ കയറി ഞാൻ ഇരിക്കുകയും ചെയ്യണം. പക്ഷേ ആ ബൈക്ക് എടുക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ധാരണ, അദ്ദേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ കണ്ണാടിക്കണ ഞാനിങ്ങനെ നോക്കണ്ട. സാറിന് ഞാനിങ്ങനെ താമസിച്ചൊന്നുമില്ല, ഇഷ്ടക്കുറവുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വണ്ടി അങ്ങ് എടുക്കാൻ പിടിച്ചിരുന്നോ നമ്മളെ 100-ലാന്നൊക്കെ പറഞ്ഞിട്ടേ നമ്മളെ പെട്ടെന്ന് ചിരിപ്പിച്ച് ഭയങ്കരമായിട്ട് ജോളിയായിട്ട് ചെയ്ത് ആണ് ആ ലൊക്കേഷൻ. അത്ര നല്ല ലൊക്കേഷനും അത്രയും നല്ല അനുഭവമാണ് അത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.